മുഖ്യമന്ത്രി പിണറായി വിജയനെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പോമോനെ വിജയ എന്ന് അഭിസംബോധന ചെയ്തതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വാക്പോര് പുതിയ തലത്തിലേക്ക്. പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിക്ക് ഡാഷ് മോനെ രേവന്ത എന്ന് മറുപടി നൽകിയത് വലിയ വിവാദമായി മാറിയതിന് പിന്നാലെയാണിത്. CPM നേതാവ് MV നികേഷ് കുമാറിന് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് രൂക്ഷമായ മറുപടിയും നൽകി. തരത്തിൽ പോയി കളിക്ക് നികേഷ് എന്ന് ദീപ്തി മേരി വർഗീസ് ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. മുഖ്യമന്ത്രിയെ അപമാനിച്ച രേവന്ത് റെഡ്ഡിക്കെതിരെ CPM അണികളും പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ എന്നല്ല, കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെ സമാനമായ രീതിയിൽ അഭിസംബോധന ചെയ്താൽ രേവന്ത് റെഡ്ഡിയുടെ പരിപ്പ് ഞങ്ങൾ എടുക്കും എന്ന് MV നികേഷ് കുമാർ പ്രതികരിച്ചത്. നികേഷ് കുമാറിന്റെ ഈ പ്രസ്താവനയ്ക്കാണ് കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് ഫേസ്ബുക്കിലൂടെ ശക്തമായ മറുപടി നൽകിയത്. രേവന്ത് റെഡ്ഡിയുടെ പരിപ്പെടുക്കാൻ അച്ഛനെ കൊല്ലാൻ നടന്നവരുടെ പാളയത്തിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന നികേഷ് കുമാർ വിചാരിച്ചാൽ പറ്റില്ല എന്ന് ദീപ്തി കുറിച്ചു. നികേഷ് കുമാറിന്റെ പിതാവ് MV രാഘവന്റെ പരിപ്പെടുക്കാൻ CPM ശ്രമിച്ച കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ജീവൻ രക്ഷിച്ചുകൊണ്ട് MLAയും മന്ത്രിയുമാക്കുകയും ചെയ്തത് കോൺഗ്രസ് പ്രസ്ഥാനമാണെന്നും ദീപ്തി ഓർമ്മിപ്പിച്ചു. അന്ന് CPMന് കഴിയാത്തതൊന്നും ഇപ്പോൾ നികേഷ് കുമാർ വിചാരിച്ചാൽ നടക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. നേരത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ATM ആണ് രേവന്ത് റെഡ്ഡിയെന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രചരണത്തിന് അഴിമതി പണം ഇറക്കിയത് ഇയാളാണെന്നും നികേഷ് കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു. സർക്കാർ പദ്ധതികളിൽ നിന്ന് കട്ടപ്പണത്തിന്റെ അഹങ്കാരം രേവന്ത് റെഡ്ഡിയുടെ വാക്കുകളിൽ കാണാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. 80 കഴിഞ്ഞ ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ നീ എന്നും പോമോനെ എന്നും വിളിക്കാനുള്ള രേവന്ത് റെഡ്ഡിയുടെ ധാർഷ്ട്യം എങ്ങനെയുണ്ടായി എന്നും നികേഷ് കുമാർ ചോദിച്ചു. നിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പഴയ ആന്ധ്രാപ്രദേശ് ABVP സംസ്ഥാന പ്രസിഡന്റായിരുന്ന രേവന്ത് റെഡ്ഡി കൊന്നുകളയുമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും നികേഷ് കുമാർ സംശയം പ്രകടിപ്പിച്ചു. 2 തവണ കേരളം തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും നികേഷ് കുമാർ തന്റെ പോസ്റ്റിൽ എടുത്തു പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിമാർ തമ്മിൽ ആരംഭിച്ച വാക്പോര് ഇരു പാർട്ടികളിലെയും നേതാക്കൾ ഏറ്റെടുത്തതോടെ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പോമോനെ വിജയ പരാമർശം ആവർത്തിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രംഗത്ത് വരികയുണ്ടായി. പിണറായി വിജയന്റെ അധിക്ഷേപം അനുഗ്രഹമായി കാണുന്നുവെന്നും ഗൗനിക്കുന്നില്ലെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ അധിക്ഷേപിക്കരുതെന്നും പിണറായിയുടെ കാലം കഴിഞ്ഞുവെന്നും പറഞ്ഞ അദ്ദേഹം ബൈ ബൈ പിണറായി എന്ന് വിളിക്കുകയും ചെയ്തു. പത്തനാപുരം മണ്ഡലത്തിൽ നടന്ന പര്യടനത്തിനിടയിലായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ പരാമർശം. തന്റെ ചോദ്യങ്ങൾക്ക് പിണറായിക്ക് ഉത്തരമില്ല. മോദിയെ പിന്തുടരുന്നതിനെക്കുറിച്ചും മറുപടിയില്ല. പ്രായത്തെയും പദവിയെയും ബഹുമാനിക്കുന്നു. പിണറായിയുടെ വല്യേട്ടനാണ് മോദിയെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ കാലം കഴിഞ്ഞു, ബൈ ബൈ പിണറായി, രേവന്ത് റെഡ്ഡി പറഞ്ഞു.